2 മണി വരെ ബീവറേജ് ഓപ്പൺ ആവണ ഒരു വില്ലേജ്, അതും ഇന്ത്യയിൽ. അങ്ങനെ കടന്ന് ഷീറ്റും വാങ്ങിച്ച് ടെന്റ് അടിക്കാനുള്ള സ്ഥലം തപ്പി പോകുമ്പോഴാണ് ഞങ്ങൾ ഈ ചേട്ടനെ പരിചയപ്പെട്ട. ഈ ബാനി ഞങ്ങൾ പരിചയപ്പെട്ടത് ഇവിടെ എവിടെയെങ്കിലും ടെന്റ് അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് തന്നെയാട്ടാ. ആളുടെ കൂടെ നടന്ന ആള് കുറെ സ്ഥലത്ത് ചോദിച്ചെങ്കിൽ ഇവിടെ ടെന്റ് അടിക്കാൻ പറ്റില്ലെന്ന് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ഇപ്പൊ സമയം 8. ഞങ്ങളാണെങ്കിൽ ഒന്നും തിന്നിട്ടില്ല, തണുപ്പാണെങ്കിൽ നല്ലോണം കൂടി വരുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, ടെന്റ് അടിക്കാനുള്ള പരിപാടിയൊക്കെ ഉപേക്ഷിച്ച് ഇപ്പൊ റൂം എടുക്കാനുള്ള പരിപാടി കേട്ടാ. ഇവിടെയാണെങ്കിൽ എല്ലായിടത്തും പെർ പേഴ്സ് 500-600 പറയണത്. അവസാനം ഈ കാണുന്ന ചേട്ടൻ്റെ അടുത്ത് കയ്യും കാലം പിടിച്ച് വില വെച്ച് ഇപ്പൊ 500 രൂപയ്ക്ക് 2 ആൾക്ക് റൂം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ റൂമിൽ പോയി തോളത്തുണ്ടായിരുന്ന ബാഗൊക്കെ ഞങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട്. 2 ആൾക്ക് നല്ലോണം വിശക്കണായിരുന്ന റൂമിൽ റസ്റ്റ് എടുക്കാൻ നിൽക്കാണ്ട് ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് ജംഗ്ഷനിൽ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ റൂമിൽ നിന്ന് 1.5 കിലോമീറ്റർ നടന്നിട്ട് ഇപ്പൊ സെന്റർ എത്തിയ. നല്ല ഹെവി ആയിട്ട് വില തിന്നണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറുന്നത്. അങ്ങനെ ഓർഡർ പറഞ്ഞ ടേബിളിൽ പോയിരുന്നു. ഇപ്പൊ അത് കിട്ടാനായിട്ട് കട്ട വെയിറ്റിംഗിലാട്ടാ. ഞങ്ങൾ അവിടുന്ന് 3 ഐറ്റാട്ടോ ഓർഡർ ചെയ്തേ. കുറച്ചേരം ലാഗ് അടുപ്പിച്ചെങ്കിലും ഫസ്റ്റ് സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ചൗമി. ഇതൊരു ചൈനീസ് ഐറ്റാട്ടാ. ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ച ചിക്കൻ ചൗമീനാണ്. സംഭവം എന്തായാലും അടിപൊളിയാണ്. തിന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഓർഡർ ചെയ്ത സാധനം കൂടി ഇപ്പൊ എത്തിയിട്ടുണ്ട്. കഞ്ഞോളത്തിൽ നൂഡിൽസും ചിക്കൻ ഇട്ട് തന്നോട്ടാ ഇവൻ എപ്പോഴും പറയാറ്. സംഭവം അവൻ അത്ര പിടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പോരാണ്ട് നല്ല രീതിയിൽ വിശപ്പും പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്താണ് ഈ കാണുന്ന സലാഡ്. ഒരു പാത്രത്തിൽ കുറച്ച് സവാള അരിഞ്ഞിട്ട് തന്നെ ഞങ്ങളേത് അവർ വാങ്ങിച്ച 50 രൂപ ഈ സലാഡിന്. എന്തൊക്കെയാലേ. അങ്ങനെ വയറ് നിറച്ച് ഫുഡും കഴിച്ച് അവിടെ നിന്ന് പൈസ കൊടുത്ത് ഇപ്പൊ റൂമിൽ പോയിട്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു സംഭവം കാണുന്നത്. സമയം 11:30 ഇവിടുത്തെ ബീവറേജ് ഒന്നും ഇപ്പോഴും അടച്ചിട്ടില്ലേട്ടാ. അവരുടെ ഒരു ദിവസത്തെ കളക്ഷൻ സെറ്റ് ആയെന്ന് തോന്നിയാൽ മാത്രം അവർ ഷോപ്പ് ക്ലോസ് ആക്കുള്ളൂട്ടാ. ഇതേപോലത്തെ ഒരു നിയമം കേരളത്തിൽ വന്നുള്ള ഒരു അവസ്ഥ ആലോചിക്കുക നിങ്ങൾ. അഥവാ ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട്, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് കമന്റിൽ ഇട്ടോളൂ. എന്നാ പിന്നെ നാളെ കാണാം. അപ്പൊ ഓക്കെ ബൈ.